മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഓപ്പോ റിനോ 2Z കുറിച്ചുള്ള ഒരു അൺബോക്സിംഗ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ റിവ്യൂ ചെയ്യുന്നത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂസ് ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ച് ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് പരിശോധിച്ചേക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ ഫോണുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഉള്ളതുപോലെ പറയുന്നതാണ് നമ്മളുടെ പരിപാടി. ഓപ്പൺ ചെയ്തേക്കാം. ഓപ്പോ റിനോ റിനോ 2. യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഫോൺ ആദ്യം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. ഫോണിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഫോൺ ഇവിടെ ഇരിക്കട്ടെ. കൊള്ളാം, ഒരു ലെതർ കേസാണ് കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെതർ കേസാണ് കാണുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഒരു ചാർജറാണ്. ദെൻ USB-C ടൈപ്പ് ചാർജിങ് കേബിളാണ് ഈ കാണുന്നത്. പിന്നെയുള്ളത് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ഹെഡ്ഫോൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഫോണിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. 48 MB അൾട്രാ വൈഡ് ക്വാഡ് ക്യാമറയാണ്. അൾട്രാ സ്റ്റഡി വീഡിയോ, 4.6 inches, 4000 mAh ഫ്ലാഷ് ചാർജർ 3, 8GB 256GB അതിൻ്റെ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം അതിൻ്റെ വിശദമായിട്ട് പറയണമല്ലോ, എങ്കിലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. വാവ്, സൂപ്പർ, കൊള്ളാം, അടിപൊളി ഡിസൈൻ ആട്ടോ. അപ്പോൾ എന്തായാലും ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിസൈൻ വൈസ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് ഓപ്പോ നൽകിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ബാക്കിൽ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചെറിയ ലൈറ്റ്നിങ് എഫക്ട്സ് പോലെ നമുക്ക് കാണാവുന്നതാണ്. ഓപ്പോ എന്ന് ഇവിടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമറകളാണ് കാണുന്നത്, ക്വാഡ് ക്യാമറകളാണുള്ളത്. സൈഡിലായിട്ട് ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഈ കർവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് നമുക്ക് തിരിക്കുമ്പോൾ തന്നെ ഒരു ഗ്രേഡിയൻ ലൈറ്റ്നിങ് എഫക്ട്സ് കാണാൻ പറ്റുന്നത് നല്ലൊരു ഡിസൈനിൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ്നിങ് എഫക്ട്സ് മൂവ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലുണ്ട്. പക്ഷെ അത് വളരെ ഒരു പ്രീമിയം ലുക്കാണ് ഓപ്പോ ഇതിൽ നൽകിയിരിക്കുന്നത് പറയാൻ പറ്റും. ദെൻ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ പവർ ബട്ടൺ കാണാൻ സാധിക്കും, സിം ട്രേ കാണാൻ സാധിക്കും. മറു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം കൺട്രോളിംഗ് ബട്ടനാണ് കാണുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ പറ്റും. സൗണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. USB Type-C പോർട്ടാണ് ഈ കാണുന്നത്. ഞാൻ ഓൾറെഡി ഫോണൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് മനസ്സിലാക്കിയേക്കാം. 6.53 inches ആണ് ഇതിൻ്റെ സൈസ്. റെസൊല്യൂഷൻ 1080x2340 പിക്സൽസ് ആണ്. പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 395 പിക്സൽ ഡെൻസിറ്റിയാണ്. ഈ പിക്സൽ ഡെൻസിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി. പിക്സൽ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും നല്ലൊരു ഫീല് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഓപ്പോ നൽകിയിരിക്കുന്നത്. AMO LED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഡിസ്പ്ലേ വൈസിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡിസ്പ്ലേ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓപ്പോ റിനോ 2Z അതിൻ്റെ അകത്ത് വലിയൊരു ക്വാളിറ്റി തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ വാൾപേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, നല്ലൊരു ഫീല് തന്നെയാണ് നൽകുന്നത്. ആൻഡ്രോയിഡിൻ്റെ 9 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കളർ OS 6.1 ആണ് ഇതിൻ്റെ OS ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇൻ്റർഫേസ് UI ഒക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് കേട്ടോ. കാര്യം അത് ഒരുപക്ഷെ ഈ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ പ്രോസസറിനെ കുറിച്ച് പറയുമ്പോൾ ഹീലിയം P90 ആണ് ഇതിൻ്റെ പ്രോസസർ. 12 nm ആണ് ഇതിൻ്റെ നാനോമീറ്റർ ആയിട്ട് വരുന്നത്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നാനോമീറ്റർ കുറയുന്നതനുസരിച്ചായിരിക്കും ഒരുപക്ഷെ സ്പീഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. നമുക്കൊരു ഗെയിം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്ക് സൈഡിൽ കാണുമ്പോൾ ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഒരു ഗ്ലോ എഫക്റ്റ് വളരെ ഒരു രസകരമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ലോട്ട് ഒന്ന് പരിശോധിക്കാം. 8GB 256GB വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. 48 MB 1.7 അപ്പാർച്ചർ വൈഡ് ആംഗിൾ ആണ്. 8 MB 2 MB ഡെപ്ത് സെൻസർ. ഈ കാണുന്നത് ഡെപ്ത് സെൻസർ ആണ്. ഇമേജ് ക്വാളിറ്റിയൊക്കെ നമുക്ക് 1-2 ഫോട്ടോസ് കണ്ടൊന്ന് മനസ്സിലാക്കാം.
ക്യാമറയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞു. ദെൻ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ AI ഉണ്ട്. AI ഇൻബിൽട്ട് ആയിട്ടുള്ള ക്യാമറയാണ്. AI ഇൻബിൽട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ഒബ്ജക്റ്റുകൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സെൻസ് ചെയ്ത് കണ്ടോ, ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ AI ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഗ്രീൻ പ്ലാനറ്റ് ആണ് ഇതെന്ന് ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട്. ഇനി ഒരു ബ്ലാക്കിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ബ്ലാക്കിലേക്ക് കാണിച്ചപ്പോൾ ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രീൻ എഫക്ട്സിലേക്ക് കാണിച്ചപ്പോൾ തന്നെ മാക്രോ ലെൻസാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ മാക്രോ ലെൻസിലൊന്ന് എടുത്തോട്ടാ. മാക്രോ മോഡിലേക്കാണ് ഇപ്പോൾ ക്യാമറ മാറിയത്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് അടുക്കും തോറും മാക്രോ ലെൻസ് നല്ലതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഫ്ലവർ വൈസും ഈ ഒരു ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് മാക്രോ മോഡിലെ ഫോട്ടോസ് നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ 1080p നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് 30 fps നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വീഡിയോ മോഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ EIS അത് സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നത്. അത് ഈ ക്യാമറയിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഒന്ന് രണ്ട് വീഡിയോസ് കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. ഈ ഒരു വീഡിയോ എടുക്കുന്നത് പുറത്ത് വെച്ചാണ്, നാച്ചുറൽ ലൈറ്റിൽ വെച്ചിട്ടാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ക്യാമറ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി ഉള്ളതാണ് ഇതിൻ്റെ ഓഡിയോ. എങ്ങനെയുണ്ട് ഓഡിയോ? അടുത്തത് ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ മോട്ടറൈസ്ഡ് പോപ്പപ്പ് ക്യാമറയാണ്. ഈ പോപ്പപ്പ് ക്യാമറ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് എഫക്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൊള്ളാട്ടാ, കണ്ട ഒരു ചെറിയൊരു ലൈറ്റ് എഫക്ട്സ് കാണാവുന്നതാണ്. 16 MBയുടേതാണ് ഫ്രണ്ട് ക്യാമറ. ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിലെടുത്ത ഒന്ന് രണ്ട് ഫോട്ടോകൾ നമുക്ക് കണ്ടേക്കാം. ദെൻ വീഡിയോ മോഡിലേക്ക് വരുമ്പോൾ 1080 നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലും AI സപ്പോർട്ടോട് കൂടിയിട്ടുള്ളതാണ് വീഡിയോ ക്യാമറ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത് പറയേണ്ട കാര്യം നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചാണ്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 20 വാട്ട്സിൻ്റെതാണ് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് വരുന്നത്. വൂക്ക് ഫ്ലാക്സ് ചാർജിങ് 3 ആണ് ഇതിൽ ഓപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അടുത്ത വീഡിയോയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ബാറ്ററി എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട്, എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട പറയാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഓപ്പോ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ബാക്കിലെ ഒരു ഡിസൈനാണ്. സൈഡിലൊക്കെ കേർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ വളരെ പെർഫെക്ഷൻ തന്നെയാണ് ഓപ്പോ ഇതിൽ നൽകുന്നത്. ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റും നമുക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എത്രമാത്രം ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും. പല സ്മാർട്ട് ഫോണുകളും ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആനിമേഷൻ സ്റ്റൈലിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതും നമുക്ക് ഈ ഓപ്പോയിൽ ഓപ്പോയുടെ ഈ ഒരു വേരിയൻറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ രീതിയിലൊക്കെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ഇത് കൊടുക്കുന്ന കാശിന് വർത്താണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം.